ഹായ്, രാവിലെ തന്നെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല മഴ. നല്ല മഴ എന്ന് വെച്ചാൽ ആകെ ഇരുട്ട് മൂടി. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണേ കാണുന്നത്, ഇരുട്ട് മൂടിയ മഴ. രാവിലെ അല്ല, അതൊരു ഉച്ചയാവാനായി ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഉച്ച സമയത്ത് എങ്ങോട്ടാണ് പോകണമെന്നല്ലേ, നമ്മുടെ ആനിവേഴ്സറിയുടെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഫാം എടുത്തിട്ടുണ്ടായിരുന്നു. ഫാം എന്ന് വെച്ചാൽ മസ്കറ്റിൽ ഫാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റിസോർട്ടിൻ്റെ അത്ര സെറ്റപ്പ് അല്ല, എന്നാലും അങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റം ഇവിടെ ഒന്ന് ചില്ല് ചെയ്യാനും അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതാട്ടോ. നമ്മൾ പോണ വഴിക്ക് നല്ല മഴ പെയ്തിട്ട് റോഡൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി കുറേ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ബ്ലോക്കായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ചില വണ്ടികളൊന്നും പോവില്ലല്ലോ, വണ്ടി അതിൽ മുങ്ങിക്കഴിഞ്ഞാൽ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആവില്ലേ. നമ്മൾ കുറേ റിസ്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ നല്ല മഴയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ടൈമിലത്തെ വ്ളോഗാണിത്. ഞാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെ വിട്ടുപോയി. നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് പോണത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടോയെന്നറിയില്ല, കാരണം വെള്ളം നല്ല കയറിയിട്ടുണ്ട്. കണ്ടോ, വെള്ളം നല്ല കയറിയിട്ടുണ്ട്. ഞാൻ മൊത്തം വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഫാമിൻ്റെ അവിടെ എത്തിയിട്ടോ. ഈ ഒരു ഏരിയ കണ്ടോ, ഫാമിൻ്റെ അവിടെ എത്തി. നമ്മൾ തെങ്ങൊക്കെ പോലെ ഉണ്ടല്ലേ, ഈന്തപ്പന അങ്ങനെ എന്തോട്ടാണിത്. നല്ലൊരു ഈ ഫാമിലെത്തിയപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു. കാരണം നമ്മുടെ അവിടത്തൊക്കെ ഒരു സ്ഥലം പോലെ തോന്നി എനിക്ക്. നമ്മളവിടെ പാടത്തേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു അതുപോലത്തെ ഒക്കെ ഒരു സ്ഥലമല്ലേ. നിങ്ങൾ നോക്കിയൊക്കെ എല്ലാം ഉണ്ട്, മാവ്, പേരയ്ക്ക, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. പേരയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 1-2 പൊട്ടിച്ച് കഴിച്ചു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ നമ്മളൊരു 1 ഡേക്ക് റെൻറ്റിന് എടുക്കുന്നതാണ്. അപ്പം ഇവിടുത്തെ എന്ത് നമുക്ക് എടുക്കാം. അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അതാണ് നമ്മുടെ സ്റ്റേക്ക്. അവിടെ 2 റൂമുണ്ട്, 2 റൂമിൽ 2 ബാത്റൂം അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ വരുന്നത്. അതെന്താ കള്ളിമുൾച്ചെടി പോലത്തെ എന്തോ ഒരു ഐറ്റം. പിന്നെ ഇതിവിടെ കുറച്ച് വെള്ളം, എനിക്ക് തോന്നുന്നു അവിടെ കളിക്കുമ്പോൾ അവർ കളി കഴിഞ്ഞാൽ അങ്ങനെ എന്തിനും ഉള്ളതാണ് തോന്നുന്നു. പൂളല്ല അത്, പൂള് ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് കയറി പോയിട്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് പൂള് വന്നിരുന്നത്. എന്താ കണ്ട, ഈ പേര വീണ് കിടക്കണം. നല്ല മഴയായിരുന്നല്ലോ, ആ മഴയത്ത് ആ പേരയുടെ മരം വീണു. അതിന്മേൽ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് പേരയ്ക്ക ഒരെണ്ണമായിട്ട് കിട്ടി. നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ നമ്മൾ 1-2 പൊട്ടിച്ച് കഴിക്കുകയും ചെയ്തു, നിൽക്കുന്ന പേര മരത്തുമെന്ന്. അതും ഒരു ഔട്ട് ഹൗസ്, അതും നമുക്കിങ്ങനെ ഒരു അവിടെ സ്റ്റേ ഇല്ല, മറ്റേ സ്റ്റേ എന്ന് പറയുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ റൂം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുക, നമ്മുടെ ആ ഒരു സൈഡ് പോലെ തന്നെ അല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമുക്ക് വെയിലൊന്നും ഇല്ലാതെ ആ ഒരു മഴയുടെ അന്തരീക്ഷം, അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ആ ഒരു ദിവസം. കണ്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ പേരയ്ക്ക ഉണ്ടെന്ന്. അതുമ്പോൾ കുറേ പേരയ്ക്ക ഉണ്ടായിരുന്നു, പക്ഷെ ചിലത് പഴുത്തത് അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ മാങ്ങയൊക്കെ ഉണ്ട്, കറ്റാർവാഴ. നമുക്ക് കറ്റാർവാഴ വേണമെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ പിന്നെ അത് പൊട്ടിക്കാൻ നിന്നില്ല. ഞാൻ വലിയ ആവേശത്തിൽ കൊണ്ടുവന്ന് പിന്നെ അത് ചിലപ്പോൾ ഉപയോഗിക്കൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെ അത് കൊണ്ടുവന്നില്ല.
നൈറ്റ് ആയപ്പോഴേക്കും അവർ നമുക്ക് ഈ മാല ബൾബൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഇതിൽ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചു, കാരണം ഒന്നും ഒരു മാല അതിങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു, അതുമ്പോൾ ചവിട്ടിയിട്ട് അത് പൊട്ടിപ്പോയി. പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായില്ല. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ. ആ ഒരു മഴയും ആ ഒരു സെറ്റപ്പും നല്ല രസമായിരുന്നു. നമ്മളിങ്ങനെ ബോക്സൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് ചിക്കനൊക്കെ കഴിച്ച് ഫുഡ് പിന്നെ നമ്മൾ ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റ് വീക്കുള്ള ഫുഡ്. നമുക്കത് 12 മണി വരെയായിട്ടാണ് അവർ ടൈം തന്നത്. പക്ഷെ നമ്മളവിടെ 2 മണി വരെയായിട്ട് നിന്നു പുലർച്ചെ. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ഒരു സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള റൂം, ബെഡ്, ബാത്റൂം, അവിടെ ഒരു മിറർ ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനത്തെ 2 റൂം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരെണ്ണം അപ്പുറത്തും ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ സെയിം തന്നെ, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഫ്രിഡ്ജിലൊന്നുമില്ല. മഴയായതുകൊണ്ട് കറണ്ട് ഇങ്ങനെ പോയിരുന്നു. അതെന്താ, ഈ റൂമിൽ ചില സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ പുറത്തെ ഈ ബൾബൊക്കെ നല്ല കത്തുന്നുണ്ട്, റൂമിൽ കറണ്ട് ഇല്ല. അങ്ങനെയൊക്കെയായിരുന്നു. എവിടെ ഷോർട്ടേജ് വരുന്ന എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഊഞ്ഞാൽ ഒക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ പൂള് മുകളിലാണ് വരുന്നത്. പൂളും പിന്നെ അവിടെ കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പൂളിൻ്റെ ആ എൻഡിൽ നമുക്ക് ബാത്റൂമും വരുന്നുണ്ട് കേട്ടോ. പൂളിൽ അവർ നമുക്ക് ചൂടുവെള്ളമായിരുന്നു, കുറച്ച് ചൂടുണ്ടായിരുന്നു, കാരണം ആ ടൈം മഴയും ആ ടൈം ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പൂളിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം ചൂടുവെള്ളം ആയിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയി തോന്നുന്നു പുലർച്ചെ. റോട്ടിലൊന്നും മനുഷ്യനും ഇല്ല.